Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ് എന്ന് കണ്ടു. അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കാരണം അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഐൻസ്റ്റീൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷനുമാണ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം മെറ്റൽ സർഫസസ് വെൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദ മെറ്റൽ സർഫസ്. അല്ലേ? ഇപ്പോൾ മെറ്റൽ സർഫസിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ലൈക്ക് യു വി റേസ്, വിസിബിൾ ലൈറ്റൊക്കെ വീഴുമ്പോൾ ഈ മെറ്റൽ സർഫസുകളിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്ന ഫിനോമിനനാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇതിന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചത് ഐൻസ്റ്റീനാണ്. ഐൻസ്റ്റീൻ അതിന് യൂസ് ചെയ്തത് മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറിയാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നത്? ക്വാണ്ടം തിയറി അനുസരിച്ച് ലൈറ്റ് എന്ന് പറയുന്നത് ഫോട്ടോണുകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോയാണ്. ആൻഡ് ഈച്ച് ഫോട്ടോൺ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പാർട്ടിക്കിൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ഫോട്ടോൺ ഹാസ് എ വേവ് നേച്ചർ ഓൾസോ ആൻഡ് ഈച്ച് ഫോട്ടോൺ ഹാസ് ആൻ എനർജി എച്ച്-ന്യൂ. അപ്പോൾ ഈ എച്ച്-ന്യൂ എനർജിയുള്ള ഒരു ഫോട്ടോൺ ഒരു മെറ്റൽ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആ ഫോട്ടോണിൻ്റെ എനർജി അത് ഇലക്ട്രോണിന് കൈമാറുകയും ആ എനർജി ഇലക്ട്രോണിന് മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തു വരുന്നതിനുള്ള വർക്ക് ഫങ്ഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ വർക്ക് ഫങ്ഷന് തുല്യമായ അത്രയും എനർജി യൂസ് ചെയ്ത് ഇലക്ട്രോൺ മെറ്റൽ സർഫസിൽ നിന്ന് ജസ്റ്റ് എമിറ്റ് ചെയ്യപ്പെടുന്നു. ബാക്കിയുള്ള എനർജി ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ഹൈ കൈനറ്റിക് എനർജിയോടെ എമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ രീതിയിലാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഐൻസ്റ്റീൻ വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഫോർ ദിസ് എക്സ്പ്ലനേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് യൂസിങ് ക്വാണ്ടം തിയറി. ഇനി ഇതിന് കാരണം ഐൻസ്റ്റീൻ മറ്റ് പല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റാണ്, വലിയ ജീനിയസാണ്. പക്ഷെ അതിനൊന്നും അല്ല ഐൻസ്റ്റീന് നോബൽ പ്രൈസ് അവാർഡ് ചെയ്തത്. ഐൻസ്റ്റീൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ കോസ് എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു വർക്കിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അതിന് കാരണം നോബൽ പ്രൈസ് കൊടുക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഹ്യൂമൻ കമ്മ്യൂണിറ്റിക്ക്, ഹ്യൂമാനിറ്റിക്ക് അല്ലെങ്കിൽ വേൾഡിന് ആപ്ലിക്കബിളായിട്ടുള്ള പ്രയോജനപ്രദമായ എന്തെങ്കിലും ഒരു ഫീൽഡ് ആയിരിക്കണം ഈ നോബൽ പ്രൈസ് കൊടുക്കുന്ന വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷന് ഉള്ള എക്സ്പ്ലനേഷന് നോബൽ പ്രൈസ് കൊടുത്തതിന് കാരണവും അത് തന്നെയാണ്. ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്നുള്ള ഈ ഫിനോമിനനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ധാരാളം ആപ്ലിക്കേഷൻസ് ഇന്നുണ്ട്. ഇത് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഈ വിസിബിൾ ലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ റേഡിയേഷൻസിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഫോട്ടോ ഇലക്ട്രിക് സെൽസ് അവയ്ക്ക് മറ്റ് പല ആപ്ലിക്കേഷൻസും ഉണ്ട്, പല ഫീൽഡിലും നമ്മളവ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് സെൽസ്, അവ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതുപോലെ അവയുടെ മറ്റ് ഫീൽഡിലുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോവുക. ഇപ്പോൾ വീഡിയോയുടെ ഒരു ചെറിയ പോർഷൻ കണ്ടിട്ട് നമുക്ക് അതിലേക്ക് പോകാം. Photoelectric effect. The photoelectric effect refers to the emission or ejection of electrons from a metal surface in response to incident light. Energy contained within the incident light is absorbed by electrons within the metal, giving the electrons sufficient energy to be knocked out of or emitted from the surface of the metal. Einstein in 1905 proposed that the incident light consisted of individual quanta called photons that interacted with the electrons in the metal-like discrete particles rather than as continuous waves.
For a given frequency or color of the incident radiation, each photon carried the energy E is equal to h nu, where h is Planck's constant and nu is the frequency. Albert Einstein was honored with the Nobel Prize in Physics in 1921 for successfully explaining the photoelectric effect. പിന്നെ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് സെല്ല്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് സെല്ല് ഞാൻ പറഞ്ഞു ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന ഒരു മെറ്റൽ സർഫസ് വേണം. ദാറ്റ് വിൽ ആക്ട് ആസ് എമിറ്റർ ഓർ ഇറ്റ് ആക്ട് ആസ് എ കാഥോഡ്. അപ്പോൾ ഈ മെറ്റൽ സർഫസിലേക്ക് റേഡിയേഷൻസ് വീഴണം. അപ്പോൾ അതിന് വേണ്ട ഒരു സോഴ്സ് നമുക്ക് യൂസ് ചെയ്യണം. ആ സോഴ്സിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് മെറ്റൽ സർഫസിൽ വീഴുന്നു. ഈ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു ആനോഡ് വേണം. അതിന് നമ്മൾ ഒരു മെറ്റൽ വയറാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ കാഥോഡും അതുപോലെ ആനോഡ് അല്ലെങ്കിൽ കളക്ടറും ഒക്കെ ഒരു ഇവാക്വേറ്റഡ് ആയിട്ടുള്ള സ്ഫെറിക്കൽ മെറ്റാലിക് ബൾബിനുള്ളിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുക. ഇനി ഈ കാഥോഡിലേക്ക് ലൈറ്റ് വീഴുന്നതിന് വേണ്ടി ഇവിടെ ഒരു വിൻഡോ കൊടുക്കുന്നുണ്ട്. ആ വിൻഡോ വിസിബിൾ ലൈറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്ലാസ് വിൻഡോ മതിയാവും. പക്ഷേ അൾട്രാവയലറ്റ് ആണെങ്കിൽ ക്വാർട്സ് വിൻഡോയാണ് യൂസ് ചെയ്യുക. ഇനി കാഥോഡും ആനോഡും നമ്മൾ പൊട്ടൻഷ്യൽസ് കൊടുക്കുന്നുണ്ട്. കാഥോഡിന് നെഗറ്റീവ് പൊട്ടൻഷ്യലും ആനോഡിന് പോസിറ്റീവ് പൊട്ടൻഷ്യലുമാണ് അപ്ലൈ ചെയ്യുക. അങ്ങനെ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം ഇൻസിഡൻറ്റ് ലൈറ്റ് കാഥോഡിൽ വീഴുകയും അല്ലെങ്കിൽ മെറ്റൽ സർഫസിൽ വീഴുകയും അവിടെ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ ആനോഡ് അട്രാക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യിച്ച് സർക്യൂട്ടിലെ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകൾ വർക്ക് ചെയ്യുക. ഈ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൻ്റെ ആപ്ലിക്കേഷൻസ് ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്ക് അടുത്ത് കാണാം. അതിനു മുമ്പ് ഈ ഫോട്ടോ എമിസീവ് സെല്ലിൻ്റെ വർക്കിംഗ് കാണിക്കുന്ന ഒരു വീഡിയോ കൂടി കാണാം. Photoelectric cell. The photoelectric cell, also known as phototube, is an electron tube in which the electrons initiating an electric current originate by photoelectric emission. A phototube consists of a cathode coated with a photosensitive material and an anode. Light falling on the cathode causes the liberation of electrons, which are then attracted to the positively charged anode, resulting in a flow of current proportional to the intensity of the incident radiation. Phototubes are either evacuated or filled with an inert gas at low pressure to achieve greater sensitivity. If a series of metal plates are arranged in the electron tube, then the photoelectric emission is amplified by secondary electron emission. This type of tube, where there are a number of tubes, is called a photomultiplier. The photomultiplier is capable of detecting radiation of extremely low intensity. Hence, it is used as a radiation detector in nuclear research. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകൾക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന്. ഈ ആപ്ലിക്കേഷൻസ് ഓരോന്നായിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു ബർഗ്ലർ അലാം ആണ്. ബർഗ്ലർ അലാം അതുപോലെ കൗണ്ടിങ് മെഷീൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് സ്ട്രീറ്റ് ലൈറ്റ്, ഈ 3 ആപ്ലിക്കേഷൻസും ഏകദേശം ഒരുപോലെയാണ് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. ഇപ്പോൾ ബർഗ്ലർ അലാമിൽ ചെയ്യുന്നത് ബർഗ്ലർ വരുമ്പോൾ അലാം കേൾക്കുന്ന ഒരു സംവിധാനമാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് സെൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോറിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ നമ്മളൊരു ഫോട്ടോ എമിസീവ് സെല്ല് കണക്ട് ചെയ്യുന്നു. ആ ഫോട്ടോ എമിസീവ് സെല്ലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വീഴിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകും, ഒരു സോഴ്സ് ഉണ്ടാകും.
ആ സോഴ്സിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷൻ ഈ സെല്ലിൽ വീണുകൊണ്ടിരിക്കും. അങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്തൊക്കെ അലാം ഓഫായി നിൽക്കുന്ന തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണുള്ളത്. പക്ഷെ ഒരു ബർഗ്ലർ വരുമ്പോൾ അല്ലെങ്കിൽ ആ ലൈറ്റ് വീഴുന്ന പാത്തിൽ എന്തെങ്കിലും തടസ്സം വരുമ്പോൾ ഈ ലൈറ്റ് കട്ട് ചെയ്യപ്പെടുകയും അതുമൂലം ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഫ്ലോ ഇല്ലാതാവുകയും ചെയ്യുന്നു. അങ്ങനെ ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഫ്ലോയ്ക്കൊരു തടസ്സം വരുമ്പോൾ സർക്യൂട്ട് ഓപ്പൺ ആകുന്നു, കറണ്ട് ഫ്ലോ നിൽക്കുന്നു. അപ്പോൾ ആ കറണ്ട് ഫ്ലോ നിൽക്കുമ്പോൾ അലാം കേൾക്കുന്ന ഒരു സംവിധാനമാണ് ബർഗ്ലർ അലാമിൽ നമ്മൾ ചെയ്തിരിക്കുക. ഇതിനോട് ഏകദേശം സിമിലറാണ് കൗണ്ടിങ് മെഷീൻ്റെ വർക്കിങ്ങും. കൗണ്ടിങ് മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടറികളിലൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാകുമ്പോൾ ആ പ്രൊഡക്റ്റുകൾ എണ്ണുന്നതിനുള്ള, കൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളെ കണ്ടിന്യൂസ് ആയിട്ട് 1 by 1 ആയിട്ട് മൂവ് ചെയ്യിക്കുന്നു. അങ്ങനെ ഓരോന്നും മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്യുന്ന പാത്തിൽ നമ്മളൊരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലും ആ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു ലൈറ്റ് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ലൈറ്റ് ഒഴുക്കുന്ന ഒരു സോഴ്സ് ഓഫ് ലൈറ്റും ഉണ്ടാകും. കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് സെല്ലിൽ വീഴുകയും കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുകയും ചെയ്യുന്ന അറേഞ്ച്മെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്റ്റുകൾ, നമുക്ക് കൗണ്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ 1 by 1 ആയിട്ട് ഈ ലൈറ്റിൻ്റെ പാത്തിനെ കട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഒബ്സ്റ്റക്കിൾ വരുന്ന പ്രതീതിയാണ് ഉണ്ടാകുക. ഈ ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ ലൈറ്റിൻ്റെ പാത്തിന് തടസ്സം ഉണ്ടാകുന്നു. ആ സമയത്ത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുന്നു. അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുമ്പോൾ കൗണ്ടിങ് മെഷീൻ കൗണ്ട് ചെയ്യും. വീണ്ടും അടുത്ത ഒബ്ജക്റ്റ് വരുന്നിടം വരെ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും. പക്ഷെ അടുത്ത ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒബ്ജക്റ്റ് വരുമ്പോൾ വീണ്ടും ലൈറ്റിൻ്റെ പാത്തിൽ തടസ്സം ഉണ്ടാകുകയും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുകയും കൗണ്ടിങ് മെഷീൻ 1 അഡ്വാൻസ് ചെയ്ത് കൗണ്ട് ചെയ്യുകയും ചെയ്യും. ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് സ്ട്രീറ്റ് ലൈറ്റിംഗ് ഡിവൈസ്. ഇവിടെ നമുക്കറിയാം, പകൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഓഫായി കിടക്കണം, രാത്രിയിൽ ഓൺ ആകണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് സ്ട്രീറ്റ് ലൈറ്റ് ഡിവൈസ് എന്ന് പറയുക. അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സ്വിച്ചിലാണ് നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ രാത്രിയിൽ, പകൽ സമയത്ത് നിങ്ങൾക്കറിയാം, പകൽ നമുക്ക് സൺലൈറ്റ് ഉണ്ട്, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സൺലൈറ്റാണ് ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ വീഴുന്നത്. ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ സൺലൈറ്റ് വീഴുമ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ കറണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സ്വിച്ചിനെ ഓഫ് ചെയ്യുന്നതിന് സഹായിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് സ്വിച്ച് ഓഫാക്കി നിർത്തുന്നു. ഇനി രാത്രിയാവുമ്പോൾ സൺലൈറ്റിൻ്റെ സോഴ്സ്, സൺ മാറിപ്പോകുമ്പോൾ, സൺലൈറ്റ് ഇല്ലാണ്ട് വരുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത് നിൽക്കുന്നു. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇല്ലാതാവുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന രീതിയിലാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ സ്വിച്ച് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഈ 3 ആപ്ലിക്കേഷൻസും ഏകദേശം സിമിലറാണ്. കറണ്ട് ഇല്ലാണ്ടാവുമ്പോൾ അലാം കേൾക്കുന്നു, അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള വർക്കിംഗാണ് നമ്മൾ കാണുന്നത്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഫയർ അലാം. ഫയർ അലാം എന്ന് പറയുന്നത് ഫയർ ഉണ്ടാകുമ്പോൾ അലാം കേൾക്കുന്ന രീതിയിലുള്ള ഡിവൈസാണ്. അപ്പോൾ നമ്മൾ വലിയ ഫാക്ടറികളിലും ബിൽഡിങ്ങുകളിലും ഒക്കെ ഇങ്ങനെയുള്ള ഫയർ അലാംസ് അവിടെ ഇവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഫയർ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് ഈ ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ വീഴുകയും ആ സമയത്ത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് അതുമൂലം ഉണ്ടാകുന്ന കറണ്ട് വഴി അലാമിൻ്റെ സ്വിച്ച് ഓൺ ആവുകയും ചെയ്യുന്ന തരത്തിലാണ് ഫയർ അലാംസ് വർക്ക് ചെയ്യുക. അതുപോലെ മറ്റൊരു ഡിവൈസാണ് ഡേ ലൈറ്റ് റെക്കോർഡർ. പകൽ സമയത്ത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഓരോ ഇൻസ്റ്റൻറ്റിലും നമുക്ക് മെഷർ ചെയ്യാനായിട്ടും റെക്കോർഡ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കും. ഇപ്പോൾ സൺലൈറ്റ് ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ വീഴുന്നു. ഓരോ സമയത്തും വരുന്ന സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണലാണ് അതാത് സമയങ്ങളിലുണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൻ്റെ അളവ്. ഇപ്പോൾ ഡേ ലൈറ്റ് റെക്കോർഡറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതും ഫോട്ടോ സെല്ലാണ്. ഫോട്ടോ സെല്ലിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ അതിനാനുപാതികമായിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്
ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റിൻ്റെ അളവ് ഓരോ ഇൻസ്റ്റൻറ്റിലും മെഷർ ചെയ്ത് അത് നിന്ന് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസിൽ കുറച്ച് കാര്യങ്ങൾ വീഡിയോയിലും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. Applications of photoelectric cell. The photoelectric cell, popularly known as the electric eye, is employed in photosensor motion detector used in burglar alarms, traffic light controls, and automatic door openers. Various types of phototubes are used in sound recording, television, and in scintillation counters. Photosensor motion detectors are the devices you see in a store at a shopping mall. When somebody enters the store, the motion detector sounds a chime or bell. The two components of a photosensor are a source of focus light and a light sensor. In a home security system, the light produced by a bulb at one end of the circuit falls on the phototube located some distance away, and electrons are emitted by the cathode. When somebody walks between the light source and the sensor, the path of the beam is blocked briefly. The sensor registers a drop in light levels and sends a signal to the control box. The control box, in turn, is connected either to a siren, flashing outdoor lights, or to a telephone autodialer. അടുത്തത് അപ്പോൾ നമ്മളെ ഫോട്ടോ എമിസീവ് സെല്ലുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവയുടെ ആപ്ലിക്കേഷൻസും ഡെയിലി ലൈഫിലുള്ള യൂസുകളും ഒക്കെയാണ് കണ്ടത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനൊക്കെ യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഇനി 1-2 പ്രോബ്ലംസ് കൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ: ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ ഈസ് 4.2 ഇലക്ട്രോൺ വോൾട്ട്. Will this metal give photoelectric emission if the incident radiation has a wavelength of 330 nanometer? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റൽ സർഫസിൻ്റെ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ആസ് 4.2 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ നിങ്ങൾ ഇലക്ട്രോൺ വോൾട്ടിൽ വാല്യൂസ് വരുമ്പോൾ എപ്പോഴും ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് എടുത്തെഴുതാം. ഇലക്ട്രോൺ വോൾട്ടിലുള്ളതിന് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് 1.6 × 10⁻⁻19 ജൂൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ: will this metal give photoelectric emission if the incident radiation has a wavelength of 330 nanometer എന്നാണ്. ഇപ്പോൾ 330 നാനോമീറ്റർ വേവ് ലെങ്തിലുള്ള ഒരു റേഡിയേഷൻ വീഴുമ്പോൾ ഈ മെറ്റൽ സർഫസിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ വേണ്ട കണ്ടീഷൻ എന്താണ്? നമ്മൾ ഇതിലേക്ക് ഇൻസിഡൻ്റ് ചെയ്യിക്കുന്ന ലൈറ്റിൻ്റെ എനർജി ഈ മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷനിലും കൂടുതലായിരിക്കണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ റേഡിയേഷൻ്റെ എനർജി എന്താണ്, ആ ഫോട്ടോണിൻ്റെ എനർജി എന്താണ് എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് തന്നിരിക്കുന്നത് വേവ് ലെങ്താണ്. ഫോട്ടോണിൻ്റെ എനർജി കാണാൻ ക്വാണ്ടം തിയറി അനുസരിച്ചുള്ള ഇക്വേഷൻ E=hν എന്നാണ്. വെർ ന്യൂ ഈസ് ഫ്രീക്വൻസി. പക്ഷെ നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടില്ല, പകരം വേവ് ലെങ്ത് ഉണ്ട്. ഈ വേവ് ലെങ്ത്തിൽ നിന്ന് നമ്മൾ ആദ്യം ഫ്രീക്വൻസി കാണണം, അതിനുശേഷം എനർജി ഓഫ് ഫോട്ടോൺ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഈ മെറ്റൽ സർഫസിൻ്റെ വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലാണോ എന്ന് നോക്കാം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് എടുത്തെഴുതുക. ഇവിടെ പക്ഷേ ഞാൻ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. അതിന് കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോണിൻ്റെ എനർജി കണ്ടുപിടിക്കുകയും അത് വർക്ക് ഫംഗ്ഷന് കൂടുതലാണോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഫോട്ടോണിൻ്റെ എനർജി കിട്ടുക കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജൂളിൽ കിട്ടും. അതിന് പിന്നെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ട് വർക്ക് ഫംഗ്ഷനുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ആ രീതിയിലാണിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോണിൻ്റെ എനർജി കണ്ടുപിടിക്കണം. അതിനായിട്ട് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്.
വേവ് ലെങ്ത് 330 നാനോമീറ്റർ ആണ്. നാനോ എന്നുള്ളതിനെ 10⁻⁹ ഇട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തെഴുതും. അതിനുശേഷം ഫോട്ടോണിൻ്റെ വെലോസിറ്റി നമുക്കറിയാമായിരിക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ എല്ലാം വെലോസിറ്റി 3 × 10⁻⁸ ആണ്. ഇനി ഫോട്ടോണിൻ്റെ എനർജി കണ്ടുപിടിക്കാം. ഫോട്ടോണിൻ്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ h/nu, h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ന്യൂ ഫ്രീക്വൻസി. പക്ഷെ നമുക്ക് ഫ്രീക്വൻസി അറിയില്ല. അതുകൊണ്ട് വേവ് ലെങ്ത്തിൻ്റെ ടേംസിൽ ഫ്രീക്വൻസി എഴുതുമ്പോൾ c/λ എന്നെഴുതും. സോ എനർജി ഓഫ് ഫോട്ടോൺ ഈസ് hc/λ. ഈ വാല്യൂസ് എല്ലാം നമുക്കറിയാം. h തന്നിട്ടുണ്ട്, അതുപോലെ ലൈറ്റിൻ്റെ വെലോസിറ്റി അറിയാം, വേവ് ലെങ്ത് അറിയാം. ഇവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ആ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഈ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 × 10⁻⁹ ജൂൾ എന്നാണ്. ഈ ജൂളിൽ എനർജി കിട്ടിയാൽ അത് വർക്ക് ഫംഗ്ഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ജൂളിലുള്ള എനർജി നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 6 × 10⁻⁹ ജൂൾ എനർജി ഇലക്ട്രോൺ വോൾട്ടിൽ എത്രയാണ്, അതിന് ജൂളിലുള്ള എനർജിയെ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 1.6 × 10⁻⁹ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എനർജി ഓഫ് ദ ഫോട്ടോൺ ആസ് 3.75 ഇലക്ട്രോൺ വോൾട്ട്. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് മെറ്റലിൻ്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 4.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദ എനർജി ഓഫ് ദ ഫോട്ടോൺ ഈസ് ലെസ് ദാൻ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ. അപ്പോൾ ഇത്രയും എനർജി ഫോട്ടോണുകൾക്കുണ്ട്, അത് ഇലക്ട്രോണിന് കിട്ടിയാലും ഇലക്ട്രോണിന് മെറ്റൽ സർഫസ് വിട്ട് പുറത്തു വരാനായിട്ട് സാധിക്കുകയില്ല. സോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് നോട്ട് പോസിബിൾ എന്നാണ്. അതിന് കാരണം എന്താ? എനർജി ഓഫ് ദ ഫോട്ടോൺ ഈസ് ലെസ് ദാൻ വർക്ക് ഫംഗ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ threshold frequency for a certain metal is 3.3 × 10⁻14 Hz. If light of frequency 8.2 × 10⁻14 Hz is incident on the metal, predict the cutoff voltage for photoelectric emission. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു മെറ്റൽ സർഫസിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാൻ വേണ്ട മിനിമം ഫ്രീക്വൻസി, അതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഈ റേഡിയേഷനുള്ള ഈ വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻ വീണാൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുള്ളൂ. ഇതിൽ കൂടുതൽ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ വേണ്ടി വരും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാൻ. നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി അത് 8.2 × 10⁻14 ആണ്. അപ്പോൾ അത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് നടക്കും? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. അങ്ങനെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുമ്പോൾ ഈ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജിയും ഉണ്ടാകും. അപ്പോൾ ആ കൈനറ്റിക് എനർജി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൽ നിന്ന് ആണ് നമുക്ക് കട്ട് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടത്. കട്ട് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും എനർജി കൂടിയ ഇലക്ട്രോണിനെയും സ്റ്റോപ്പ് ചെയ്ത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആക്കുന്നതിന് കൊടുക്കേണ്ട നെഗറ്റീവ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ആ V0യുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. എൻസിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അനുസരിച്ച് എനർജി ഓഫ് ദ ഫോട്ടോൺ hν ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ. അതിന് പകരം നമുക്കിവിടെ hν0 എന്ന് എഴുതാം, പ്ലസ് കൈനറ്റിക് എനർജി മാക്സിമം. ഇതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇതിൽ നിന്ന് കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനോട് റിലേറ്റഡ് ആണ്. കൈനറ്റിക് എനർജിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ് ഈ V0. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമുക്ക് അവസാനം V0 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇനി അത് ഈ ഇക്വേഷനകത്ത് കൈനറ്റിക് എനർജിക്ക് പകരം വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. ഇനി ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ ഈ V0 എന്ന് പറയുന്നത് hν - hν0 ആണ്. h കോമൺ ആണ്, അത് പുറത്തെടുത്തിട്ട് h × ν - ν0 എന്ന് എഴുതാം. ഇനി V0 കിട്ടാനായിട്ട് V0 ഈക്വൽ ടു ഈ റൈറ്റ് സൈഡിനെ സ്മോൾ e കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ h/e × ν - ν0 എന്നാകും. ഇങ്ങനെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം.
അല്ലെങ്കിൽ നമുക്ക് ആദ്യം കൈനറ്റിക് എനർജി നേരെ കണ്ടിട്ട് അതിൽ നിന്ന് P0 കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷനകത്ത് ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ന്യൂ റേഡിയേഷൻ്റെ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി 8.2 × 10⁻14 മൈനസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി 3.3 × 10⁻14 ബൈ ഇ എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻19. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഈ മൈനസ് ടേം ആദ്യം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നോക്കുമ്പോൾ 10⁻14 എന്നുള്ള പവർ രണ്ടിടത്തും കോമൺ ആണ്. അത് നമുക്ക് ബ്രാക്കറ്റിന് പുറത്തെടുക്കാം. എന്നിട്ട് 8.2 നിന്ന് 3.3 മൈനസ് ചെയ്യണം. അപ്പോൾ ഒരു 4.9 എന്നാണ് കിട്ടുക ഇൻറ്റു 10⁻14. ഇനി 6.63 × 10⁻34നെ 4.9 × 10⁻14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഡിവൈഡ് ബൈ 1.6 × 10⁻19. ഇവിടെ ഡിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രാക്കറ്റ് ഇടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വോൾട്ട് എന്നാണ് ആൻസർ കിട്ടുക. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കാം. എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 3300 ആങ്സ്ട്രം falls on a photo cathode and ejects an electron of maximum energy 3 × 10⁻19 joule. കാൽക്കുലേറ്റ് ദ വർക്ക് ഫങ്ഷൻ ഓഫ് ദ മെറ്റൽ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അതൊരു കാഥോഡിൽ വീഴുന്നു, അവിടെ നിന്നൊരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. 3 × 10⁻19 ജൂളാണ് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ദ വർക്ക് ഫങ്ഷൻ ഓഫ് ദ മെറ്റൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഫോട്ടോണിൻ്റെ എനർജി കണ്ടുപിടിക്കാം. അതുപോലെ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോണും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജിയും കൈനറ്റിക് എനർജിയും തന്നാൽ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് അതിൽ നിന്ന് ആ സർഫസിൻ്റെ വർക്ക് ഫങ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ H⁻ = W + കൈനറ്റിക് എനർജി എന്നാണ്. ഇപ്പോൾ ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജിയാണ് H⁻. അത് നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഒന്ന്, വർക്ക് ഫങ്ഷൻ പ്രൊവൈഡ് ചെയ്ത മെറ്റലിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തു കൊണ്ടുവരാൻ. അതിൻ്റെ ബാക്കിയുള്ള എനർജി കൈനറ്റിക് എനർജി ആയിട്ട് അപ്പിയർ ചെയ്യുന്നു. ഇതിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ ആണ് 3 × 10⁻19 തന്നിരിക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി കാണാനായിട്ട് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇക്വേഷൻ നമുക്ക് ന്യൂ ഫ്രീക്വൻസിയുടെ ഇക്വേഷനായിട്ടാണ് കിടക്കുക. അപ്പോൾ ന്യൂവിന് പകരം c/λ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വർക്ക് ഫങ്ഷൻ = W കാണാനായിട്ട് ഇക്വേഷനകത്തുനിന്ന് W മാത്രം ലെഫ്റ്റ് സൈഡിൽ റൈറ്റിൽ നിർത്തി കൈനറ്റിക് എനർജി ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ W = H⁻ - കൈനറ്റിക് എനർജി എന്നാണ് കിട്ടുക. അതിൽ W ലെഫ്റ്റ് സൈഡിൽ എഴുതി, ബാക്കിയുള്ളത് റൈറ്റിൽ എഴുതിയെന്നേ ഉള്ളൂ. സോ ദ ഇക്വേഷൻ ഫോർ വർക്ക് ഫങ്ഷൻ W = H⁻ - കൈനറ്റിക് എനർജി. അതായത് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജിയിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഫങ്ഷൻ കിട്ടും. ഇനി ന്യൂ തന്നിട്ടില്ലാത്തതുകൊണ്ട് ന്യൂവിന് പകരം c/λ ഇട്ട് അതിനെ മാറ്റി എഴുതി. അപ്പോൾ Hc/λ - കൈനറ്റിക് എനർജി എന്നാവും ഇക്വേഷൻ. ഇനി ഇതിനകത്ത് വാല്യൂസ് നമുക്ക് കൊടുക്കാം. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് വാല്യൂ നിങ്ങൾക്കറിയാം, 6.6 × 10⁻34. സി ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് 3 × 10⁸ ബൈ ലാംഡ വാല്യൂ 3300 ആങ്സ്ട്രം. അതിനെ 10⁻10 മീറ്റർ അങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ Hc/λ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ മൈനസ് ചെയ്യണം. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ് 3 × 10⁻19. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ കാൽക്കുലേഷൻ ചെയ്യണം. H × C ചെയ്ത് അതിനെ ലാംഡ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 6 × 10⁻19 എന്ന് കിട്ടും. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അതിൽ നിന്ന് 3 × 10⁻19 മൈനസ് ചെയ്യുക, കൈനറ്റിക് എനർജി മൈനസ് ചെയ്യുക. സോ ദ വർക്ക് ഫങ്ഷൻ ഈസ് ഈക്വൽ ടു 3 × 10⁻19 ജൂൾ. SI യൂണിറ്റിൽ ജൂളിൽ ഇതാണ് ആൻസർ.
പക്ഷെ നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലാണ് എക്സ്പ്രസ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് വർക്ക് ഫംഗ്ഷൻ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ജൂളിലുള്ള വാല്യൂവിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ 1.6 × 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ W ജൂളിലുള്ള വാല്യൂ ബൈ ഇലക്ട്രോണിൻ്റെ ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിന് ജൂളിലുള്ള വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 1.875 ഇലക്ട്രോൺ വോൾട്ട്. ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഇനിയും ടെക്സ്റ്റിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് കിടപ്പുണ്ട്. പ്രോബ്ലമൊക്കെ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എക്സ്പ്ലനേഷനും ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനും ഒക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ ഭാഗം നമ്മൾ ഇതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താണ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ എക്സ്പെരിമെൻറ്റുകൾ, ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷൻ, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഫോട്ടോ എമിസീവ് സെല്ലുകൾ, അവയുടെ ഡെയിലി ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിക്കണം. താങ്ക് യു.